നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു. പ്രഖ്യാപനത്തിനെതിരെ LDFും കോൺഗ്രസിന്റെ ഒരു വിഭാഗവും കളത്തിലിറങ്ങി. ധനവകുപ്പിന് കീഴിലുള്ള GST വകുപ്പാണ് നികുതി ഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ എക്സൈസ് മന്ത്രിക്ക് ഇതിൽ വലിയ കാര്യമില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന ലക്ഷ്യമിട്ട് ബജറ്റിൽ നടത്തിയ വമ്പൻ പ്രഖ്യാപനം സതീശൻ വിഭാവനം ചെയ്യുന്നത് യുവതലമുറയുൾപ്പെടെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് തിരിയട്ടെ എന്ന്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി വളർത്തണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം, പ്രത്യേകിച്ച് ബിയർ പോലുള്ള മദ്യം കൂടുതലായി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കണം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന നികുതി കുറച്ച് വിൽപ്പന കൂട്ടുകയാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. അതുവഴി കൂടുതൽ നികുതി ഖജനാവിലേക്ക് ഒഴുകിയെത്തും. എന്നാൽ ഇവിടെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഉദിക്കുന്നു. 2023 അന്ന് LDF സർക്കാരാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം അബ്കാരി ചട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ അന്നുയർന്ന രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ ഭൂകമ്പങ്ങളും കാരണം LDF വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നടപടികൾ വേണ്ടെന്ന് വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന തുറക്കാനുള്ള സാധ്യതയാണ് കേരളത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന വിഭാഗത്തിൽ മദ്യത്തിന്റെ നികുതി ഘടന ബജറ്റിൽ പ്രഖ്യാപിച്ചു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യമാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. 5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% നികുതി. 10 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതി. 2023 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. എങ്കിലും അന്ന് നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. വീര്യമുള്ള മദ്യം, അതായത് ഇന്ത്യൻ നിർമ്മിത മദ്യം വിൽക്കുന്ന അതേ നികുതി 251% നൽകേണ്ടിയിരുന്നു പഴയ വ്യവസ്ഥകളനുസരിച്ച്. 251% നികുതി കൊടുത്ത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിറ്റഴിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഡിസ്റ്റിലറികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒരു കമ്പനിയും വിറ്റ് തുടങ്ങിയില്ല. തുടർന്ന് ഡിസ്റ്റിലറികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായി നികുതി ഘടന പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ സർക്കാരിനെ സമീപിച്ചു. പലവട്ടമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെ കമ്പനി പ്രതിനിധികൾ നേരിൽ കണ്ടത്. മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലിനെ മുൻപ് ഈ കമ്പനി പ്രതിനിധികൾ കണ്ടിരുന്നു. വിൽപ്പന നികുതി ഘടന നിശ്ചയിക്കാത്തത് കാരണം മടിച്ചു നിന്ന കമ്പനികൾക്ക് കേരളത്തിൽ പുതിയ വിപണി തുറന്നു നൽകാൻ ഒടുവിൽ VD സതീശൻ തീരുമാനമെടുക്കുന്നു. കശുമാങ്ങ പോലെയുള്ള പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടിലിക്കറിൻ്റെയും നികുതി ഘടന പരിഷ്കരിക്കേണ്ടതുണ്ട്. 20 മുതൽ 30% വരെ വീര്യമുള്ള ഹോർട്ടിലിക്കർ വിൽക്കാൻ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. എങ്കിലും നികുതി നിശ്ചയിച്ചില്ല. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ആൽക്കഹോൾ 42.86%, ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് 251%, ആ മദ്യത്തിൻ്റെ നികുതി. ബിയറിൽ ആൽക്കഹോൾ കണ്ടന്റ് 6%, നികുതി 116%. വൈൻ 15% ആൽക്കഹോൾ കണ്ടന്റ്, നികുതി 86%. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ആൽക്കഹോൾ അളവ് നിശ്ചയിച്ചിട്ടില്ല. നികുതി 115 നിജപ്പെടുത്തി. ഇവിടെ VD സതീശന് സംഭവിച്ച അബദ്ധം മറ്റൊന്നാണ്. 2 വർഷം മുൻപ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതേ നടപടിയെ വലിയ അഴിമതിയായി സതീശൻ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായപ്പോൾ സതീശൻ നിലപാട് മാറ്റി. ഇതാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് ആധാരം. ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന പ്രത്യേക വിഭാഗമായി പരിഗണിച്ച പ്രത്യേക നികുതി ഏർപ്പെടുത്താനുള്ള നീക്കമാണ് മുൻപ് വിവാദമായത്. 2 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാനുള്ള നീക്കം വലിയ അഴിമതിയാണ് എന്ന് VD സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചു. പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും VD സതീശൻ തന്റെ നിലപാട് ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. വൻകിട ഡിസ്റ്റിലറികൾക്ക് കോടികൾ എത്തിക്കാനുള്ള പരിപാടിയാണിത് എന്നായിരുന്നു സതീശന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഴിമതി നടത്താനുള്ള ഒരു മാർഗമാണിത് എന്ന് സതീശന്റെ ആരോപണം. എന്നാൽ അതേ വ്യക്തി തന്നെ ഇപ്പോൾ ബജറ്റിലൂടെ നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം ആക്രമിക്കുക സ്വാഭാവികം. വാക്കാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത് എന്ന് വിമർശകർ പറയുന്നു.
മറുവശത്ത് കേരളത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി വളർത്തണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന വാദം സതീശൻ ഉയർത്തുന്നു. വി.ഡി. സതീശനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന കെ.സി. പക്ഷത്തിനും രമേശ് ചെന്നിത്തല പക്ഷത്തിനും ഇതൊരവസരമായി മാറി. വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ് പുകയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഘടനയെക്കുറിച്ച് എക്സൈസ് മന്ത്രി എം ലിജുവുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തിയിട്ടില്ല. എം ലിജുവുമായി മുഖ്യമന്ത്രിക്ക് കടുത്ത ആശയവിനിമയക്കുറവുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. കെ.സി. പക്ഷക്കാരനായ എം ലിജുവിനോട് മനസ്സ് തുറക്കാറില്ല വി.ഡി. സതീശൻ. പൊതുവെ കെ.സി. പക്ഷക്കാരോട് വലിയ ആശയവിനിമയത്തിനൊന്നും വി.ഡി. ശ്രമിക്കാറുമില്ല. നയപരമായ ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾ എക്സൈസ് വകുപ്പ് അറിയാതെ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും നേരിട്ട് ബജറ്റിൽ തിരികെ കയറ്റിയത് പലതിൻ്റെയും സൂചനയാണ് എന്ന് ഭരണപക്ഷത്തുള്ളവർ തന്നെ സംശയിക്കുന്നു. ഒരു വശത്ത് സംസ്ഥാനത്ത് ലഹരിക്കെതിരെ കടുത്ത പോരാട്ടവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനെ അട്ടിമറിക്കുകയാണ് വി.ഡി. സതീശൻ്റെ ലക്ഷ്യമെന്നൊരു കൂട്ടർ വാദിക്കുന്നു. കാർഷിക വിളകളിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻ LDF സർക്കാരിൻ്റെ ഭേദഗതികൾ അതേപടി നടപ്പാക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമുയരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത മന്ത്രിസഭായോഗം സംഘർഷഭരിതമാകും. ഒരു വശത്ത് രമേശ് ചെന്നിത്തലയും മറുവശത്ത് കെ.സി. പക്ഷവും അണിനിരക്കും. എം ലിജു മുഖ്യമന്ത്രിക്ക് നേരെ കടന്നാക്രമണം നടത്തും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ നയപരമായ കാര്യങ്ങൾ എക്സൈസ് മന്ത്രിയുമായി ആലോചിച്ച് മാത്രമേ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാവൂ എന്ന് എം ലിജു തുറന്നടിക്കും. ഒരു വശത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര്, മറുവശത്ത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കടുത്ത അതൃപ്തിയിലാണ്. ലഹരി വിപത്തിനെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്നത് എക്കാലത്തെയും സഭയുടെ ആവശ്യം. അതിനെ അട്ടിമറിക്കുന്ന തലത്തിലുള്ള ഏത് പ്രഖ്യാപനങ്ങളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിക്കും. ക്രൈസ്തവ സഭകളുടെയും KCBC മദ്യവിരുദ്ധ സമിതിയുടെയും വികാരം പൂർണ്ണമായി മാനിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് പരസ്യമായി ആവശ്യപ്പെടും. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു. പുതിയ തലമുറയെ ലഹരിക്കടിമകളാക്കാനും വൻകിട മദ്യക്കമ്പനികളെ സഹായിക്കാനുമാണ് UDF സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനം ബജറ്റിലൂടെ നടത്തിയത് എന്ന് ക്രൈസ്തവ സഭകൾ ആരോപിക്കുന്നു. ലഹരി ആസക്തിയിൽപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിച്ച് ലഹരിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക. പിന്നീട് വീര്യം കൂട്ടിയ മദ്യം അവർ സ്വമേധയാ കഴിച്ചുകൊള്ളും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം KC പക്ഷത്തെ നിരന്തരമായി അവഗണിക്കുന്നു എന്ന പരാതി പൊതുവെ KC പക്ഷത്തിനുണ്ട്. തങ്ങളുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലപ്പോഴും കടന്നുകയറ്റം നടത്തുന്നു എന്ന ആരോപണം KC പക്ഷത്തുള്ള പല മന്ത്രിമാരും KCയെ അറിയിച്ചു കഴിഞ്ഞു. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ഒരു വശത്ത് ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒരുമിച്ച് നിൽക്കുന്നു. എന്നാൽ ലഹരി വിരുദ്ധ നടപടികൾക്കൊപ്പം കേരളത്തിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സതീശൻ. വ്യക്തമായ പഠനത്തിന് ശേഷമാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നടത്തിയത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് സതീശൻ വിശദീകരിച്ചു കഴിഞ്ഞു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വി.ഡി. സതീശൻ മംഗലാപുരത്ത് പോയത് എന്തിനെന്ന് വ്യക്തമാക്കുന്ന ബജറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് MP ഗോവിന്ദൻ പറയുന്നു. വൻകിട മദ്യനിർമ്മാണ കമ്പനികളിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയിട്ടാണ് ഇത്തരം നീക്കങ്ങളെന്ന ആരോപണവും ശക്തം. വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച LDF നയം അതേപടി തുടരേണ്ടതില്ല എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ നിലപാട്. ഈ മദ്യത്തിന് വിൽപ്പനാനുമതി നൽകണോ എന്ന് സർക്കാരിലും UDFിലും ചർച്ച ചെയ്യുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. യുവാക്കളിൽ ലഹരിമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ താരതമ്യേന ദോഷം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുന്നതാണ് അഭികാമ്യം എന്ന വാദവും ശക്തം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വഴി ലഭിക്കാവുന്ന വരുമാനം കൈവിടുന്നത് ബുദ്ധിയല്ല എന്നുപദേശിക്കുന്നവരുമുണ്ട്. ഏതു വിഷയവും അവധാനതയോടെ പഠിച്ചാണ് സതീശൻ അത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും സതീശൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. വിവാദം കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ സതീശൻ വിശദീകരണവുമായി രംഗത്തെത്തും എന്നതുറപ്പ്. ആ വിശദീകരണത്തിന് കേരളത്തിന് പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞാൽ കൈവിട്ട കളിക്ക് സതീശൻ മുതിരുമെന്നർത്ഥം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വീര്യം കൂടിയ വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് 250% നികുതി
120% ആക്കിയതിൽ അഴിമതിയുണ്ട് എന്നാണ് മുൻ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആരോപിക്കുന്നത്. എത്ര രൂപ മദ്യക്കമ്പനികളിൽ നിന്ന് വി.ഡി. സതീശന് കിട്ടി എന്ന് എം പി രാജേഷ് പരസ്യമായി ചോദിക്കുന്നു. കർണാടകയിലെ ഒരു മദ്യക്കമ്പനിയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് എം പി രാജേഷ് പറയുന്നു. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന ആശയം ആവിഷ്കരിച്ചതും ഉൽപ്പാദിപ്പിക്കാൻ ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകിയതും LDF സർക്കാരാണ് എന്ന് എക്സൈസ് മന്ത്രി എം ലിജു തിരിച്ചടിച്ചു. എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള മദ്യനയമായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നാണ് എക്സൈസ് മന്ത്രി വിശദീകരിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കുന്നതാണ് അഭികാമ്യം. യുവതലമുറ ലഹരിയിലേക്കും മാരകമായ മയക്കുമരുന്നിലേക്കുമൊക്കെ തിരിയുമ്പോൾ വില കുറഞ്ഞ ലോ ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായാൽ ഒരുപക്ഷെ അവർ അതിലേക്ക് തിരിയാനുള്ള സാധ്യതയല്ലേ ഏറെ. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ ഇത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കുന്നതാണ് ഉചിതം. മറുവശത്ത് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് പിന്നിൽ എന്തെങ്കിലും അഴിമതി ഒളിച്ചിരിപ്പുണ്ടോ? അത് കാലാന്തരത്തിൽ പുറത്തു വരട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.